നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മഴയെക്കുറിച്ച്. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ചമോലി, രുദ്രപ്രയാഗ് എന്നീ ജില്ലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടതായാണ് വിശദാംശങ്ങളുള്ളത്. രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥലത്തൊക്കെ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം, പ്രതികൂല കാലാവസ്ഥയാണ് ഒന്നാമത്, മറ്റൊന്ന് ചെങ്കുത്തായ സ്ഥലങ്ങളാണ്. അപ്പോൾ രക്ഷാപ്രവർത്തന മാർഗങ്ങളും വാഹനങ്ങളും ഒക്കെ ആ സ്ഥലത്തേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ രീതിയിലുള്ളതാണ്. ഏതായാലും റഷീദ് ദില്ലിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. റഷീദ്, എന്താണ് നിലവിലത്തെ അവസ്ഥ? വിനീഷ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മഴയുമായി ബന്ധപ്പെട്ട വാർത്ത അല്പം മുമ്പാണ് നമ്മൾ നൽകിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഉത്തരാഖണ്ഡിലെ 2 ജില്ലകളിൽ അതിതീവ്രമായിട്ടുള്ള ശക്തിയിൽ ഇത്തരത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുള്ളതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. രുദ്രപ്രയാഗ് ജില്ലയിലെ ബസ്താർ, കേദാർ തഹസിലിന് സമീപത്തും അതോടൊപ്പം ചമോലി ജില്ലയിലെ ദേവാൽ പ്രദേശത്തുമാണ് ഇത്തരത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുള്ള. ഈ മേഖലയിൽ 100ഓളം വരുന്ന കുടുംബങ്ങളെ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എത്ര പേർ ഇതിൽ കൃത്യമായിട്ട് കാണാതായിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഈ മേഖലയിൽ നിരവധിയായിട്ടുള്ള വീടുകൾക്കും അതോടൊപ്പം റോഡുകൾ തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളതെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെയും മുൻനിർത്തിക്കൊണ്ടും അതോടൊപ്പം ഈ മേഖലയിൽ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിലിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും ഇപ്പോൾ അത്തരം നടപടികളൊക്കെ തന്നെയും ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കാൻ ജില്ലാ ഭരണകൂടത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ 2 മേഖലകളിലാണ് ഇത്തരത്തിൽ ഒരേ സമയം മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുള്ളതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. എത്ര പേർ ഇതിൽ പെട്ടിട്ടുണ്ട്, മരണസംഖ്യ ഉയർന്നേക്കുമോ എന്നതടക്കമുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. നേരത്തെ ധരാളിയിൽ അടക്കമുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള മേഘവിസ്ഫോടനത്തിൽ 65ഓളം പേരെയാണ് മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ മുഴുവൻ പേരുടെയും മൃതശരീരങ്ങൾ ഇതുവരെയും കണ്ടെത്താനാവുകയും ചെയ്തിട്ടുള്ള പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ തിരച്ചിലിനും അതോടൊപ്പം രക്ഷാപ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെയും തിരിച്ചടിയാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ SDRFിൻ്റെയും MDRF സംഘങ്ങളൊക്കെ തന്നെയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള 2 മേഖലകളിലേക്കും ഈ സംഘങ്ങളെ അയക്കാനുള്ള നിർദ്ദേശം കൂടി പുഷ്കർ സിംഗ് ധാമി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ പ്രാഥമിക ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ശരി, ഏതായാലും ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ചമോലി, രുദ്രപ്രയാഗ് ജില്ലകളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. നിരവധി പേർ ഒഴുക്കിൽപ്പെട്ടതായാണ് വിവരം. ഇതിനൊക്കെ തൽഫലമായിട്ടാണ് കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴയുണ്ടായത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിന് മുകളിലുണ്ടായ ചക്രവാത ചുഴിയാണ് കേരളത്തിൽ, അതിൻ്റെ ഒരു എഫക്റ്റാണ് കേരളത്തിൽ മഴയുണ്ടാകാൻ ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്രത്തോളം മഴ ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അവിടെ മേഘവിസ്ഫോടനം ഉണ്ടാകുമ്പോൾ ഏത് രീതിയിലായിരിക്കും മഴ എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രതികൂല സാഹചര്യം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനത്തിനൊക്കെ. ഏതായാലും കെടുതിയിൽപ്പെട്ട എല്ലാവരെയും ജീവനോടെ തന്നെ രക്ഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രത്യാശിക്കാം.